നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം വിരാടപർവം. കൗരവരുടെ ഗോഹരണം. പാണ്ഡവന്മാരുടെ അജ്ഞാതവാസകാലത്ത് അവരെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവർ വീണ്ടും 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും ചെയ്യണം എന്നായിരുന്നല്ലോ ചൂത് കളിക്കുമ്പോഴുള്ള കരാറ്. അജ്ഞാതവാസം തുടങ്ങിയപ്പോൾ ദുര്യോധനും കൂട്ടരും പാണ്ഡവന്മാരെ കണ്ടുപിടിക്കാനായി എല്ലാവിധത്തിലുമുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അവർ എല്ലാ രാജ്യങ്ങളിലേക്കും ചാരന്മാരെ നിയോഗിച്ചിരുന്നു. എന്നാൽ പാണ്ഡവന്മാരെ പറ്റി ഒരു വിവരവും ചാരന്മാർക്ക് ലഭിച്ചില്ല. എങ്കിലും രാജ്യങ്ങൾ തോറും സഞ്ചരിച്ചിരുന്ന ചാരന്മാർ ഓരോ രാജ്യങ്ങളിലെയും വിശേഷങ്ങൾ അപ്പോൾ ദുര്യോധനെ അറിയിച്ചു കൊണ്ടിരുന്നു. പാണ്ഡവന്മാരെ കണ്ടുപിടിക്കാൻ കഴിയാതിരുന്നതിൽ ദുര്യോധനാദികൾക്ക് കടുത്ത നിരാശയുണ്ടായിരുന്നു. അജ്ഞാതവാസക്കാലം അവസാനിക്കാറായി. ഇനിയും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് കൂടുതൽ സമർത്ഥന്മാരായ ചാരന്മാരെ നിയോഗിച്ച് പാണ്ഡവരെ കണ്ടുപിടിക്കാൻ ശ്രമിക്കണമെന്ന് ശകുനിയും കർണനും മറ്റും അഭിപ്രായപ്പെട്ടു. ഒരു ദിവസം പതിവ് പോലെ രാജസഭ കൂടി. ഭീഷ്മൻ, ദ്രോണൻ, കൃപൻ, ശകുനി, ദുശാസനൻ തുടങ്ങിയവരെല്ലാം ആ സഭയിൽ ഹാജരുണ്ടായിരുന്നു. കൂടാതെ ദുര്യോധന്റെ സ്നേഹിതനും ത്രികർത്ത രാജ്യത്തിലെ രാജാവുമായ സുശർമ്മനും ഉണ്ടായിരുന്നു. ചില ഭാഗങ്ങളിലേക്ക് പോയിരുന്ന ചാരന്മാർ സഭയിലെത്തി. അവർ നാട്ടിലും നഗരത്തിലും വനത്തിലുമൊക്കെ പാണ്ഡവന്മാരെ അന്വേഷിച്ചു നടന്നിട്ടും എങ്ങും അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള വിവരം അറിയിച്ചു. അക്കൂട്ടത്തിൽ അവർ വിരാട രാജ്യത്തിൽ പോയതും അവിടുത്തെ സൈന്യാധിപനും രാജാവിൻ്റെ ശ്യാലുണുമായ കീചകനെ ചില ഗന്ധർവന്മാർ കൊന്നതുമായ വൃത്താന്തവും സഭയിൽ പറയുകയുണ്ടായി. ശരീരബലം കൊണ്ടും അഭ്യാസപാഠവും കൊണ്ടും അജയ്യനായിരുന്ന കീചകനെ കൊന്നുവെന്ന് കേട്ടപ്പോൾ അതിൽ പാണ്ഡവന്മാർക്ക് പങ്കുണ്ടോ എന്ന സംശയം ചിലർക്ക് ഉണ്ടാകാതിരുന്നില്ല. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് ചിലർ അഭിപ്രായപ്പെടുകയും ചെയ്തു. എങ്കിലും കീചകന്റെ മരണത്തിന് കൗരവർ അത്ര വലിയ പ്രാധാന്യമൊന്നും കൽപ്പിച്ചില്ല. എന്നാൽ ആ സഭയിലുണ്ടായിരുന്ന ത്രികർത്ത രാജാവ് സുശർമ്മന് കീചകന്റെ മരണം വളരെ പ്രാധാന്യമുള്ളൊരു വാർത്തയായിരുന്നു. അദ്ദേഹത്തിന് പലപ്പോഴും വിരാട രാജ്യവുമായി ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട്. ഈ സന്ദർഭങ്ങളിലെല്ലാം അയാൾക്ക് തോൽവിയും പറ്റിയിട്ടുണ്ട്. വിരാടന്റെ വിജയത്തിൻ്റെ ഏക കാരണം സർവ്വസൈന്യാധിപനായ കീചകന്റെ അപാരമായ കഴിവുകളായിരുന്നു. കീചകൻ മരിച്ചതുമൂലം വിരാടൻ ചിറകറ്റ പക്ഷിയെപ്പോലെ ആയിരിക്കുന്നു. വിരാടനോടുള്ള പക വീട്ടാൻ ഇതാണ് പറ്റിയ അവസരമെന്ന് സുശർമ്മന് തോന്നി. കൗരവരുടെ സഹായം കൂടി ഉണ്ടായാൽ വിരാടനെ നിഷ്പ്രയാസം തോൽപ്പിക്കാമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. സുശർമ്മൻ പറഞ്ഞു, മത്സ്യരാജ്യം വളരെ ധാന്യസമൃദ്ധിയുള്ള നാടാണ്. 100,000 പല വിധത്തിലുള്ള ഒന്നാന്തരം പശുക്കൾ അവിടെയുണ്ട്. സ്വർണം, വെള്ളി, രത്നം തുടങ്ങിയവയുടെ ഒരു വലിയ ശേഖരം വിരാടനുണ്ട്. കീചകന്റെ മരണത്തോടുകൂടി ശക്തി ക്ഷയിച്ചിരിക്കുന്ന വിരാട രാജാവിനെ ആക്രമിച്ച് അവൻ്റെ രാജ്യവും ധനവും കൈവശപ്പെടുത്താൻ പറ്റിയ അവസരമാണ് ഇത്. കൂടാതെ വിരാടൻ കൗരവരുടെ എതിർചേരിയിൽ പ്രവർത്തിക്കുന്ന രാജാവ് എന്ന നിലയ്ക്ക് അവൻ്റെ ശക്തി ക്ഷയിപ്പിക്കേണ്ടത് ആവശ്യവും ആണല്ലോ. സുശർമ്മൻ്റെ അഭിപ്രായം സ്വീകാര്യമാണ് എന്ന് ദുര്യോധന് തോന്നി. കർണനും ശകുനിയും അത് ശരിവെക്കുകയും ചെയ്തു. ധാരാളം ഗോസമ്പത്തുള്ള രാജ്യമാണ് വിരാടം. അത് മുഴുവൻ പിടിച്ചെടുത്താൽ അവരുടെ ശക്തിയും അഹങ്കാരവും കുറയും. പിന്നെ വലിയ യുദ്ധമൊന്നുമില്ലാതെ അവർ കീഴടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് വിരാട രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കുന്നതിന് മുമ്പായി അവിടെയുള്ള പശുക്കളെയെല്ലാം പിടിച്ചെടുക്കണമെന്ന് ദുര്യോധനൻ നിർദ്ദേശിച്ചു. ആ നിർദ്ദേശം എല്ലാവർക്കും സ്വീകാര്യമായി. സുശർമ്മൻ ത്രികർത്തയിലേക്ക് മടങ്ങി. സൈന്യവുമായി വിരാട രാജ്യത്തിൻ്റെ അതിർത്തിയിലെത്താനും അപ്പോഴേക്കും കൗരവരും സൈന്യസമേതം വിരാട രാജ്യാതിർത്തിയിൽ എത്തുന്നതിനും ഇരു കൂട്ടരും കൂടി വിരാടത്തിലെ പശുക്കളെയെല്ലാം അപഹരിച്ചു കൊണ്ടുപോകുന്നതിനും തീർച്ചപ്പെടുത്തി. ഇനി സുശർമ്മ വിരാട യുദ്ധം. സുശർമ്മൻ ത്രികർത്തയിലേക്ക് മടങ്ങി. സൈന്യങ്ങളെയെല്ലാം സജ്ജീകരിച്ച് വിരാടത്തിലേക്ക് പുറപ്പെട്ടു. അവർ നഗരത്തിനടുത്തെത്തി. വിരാട രാജാവിൻ്റെ വലിയ ഗോശാലകൾ അവിടെ ഉണ്ടായിരുന്നു. സൈന്യം ഗോശാലകൾ വളഞ്ഞു. ഏതാനും ഗോപാലകന്മാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഭടന്മാർ അവരെ കഠിനമായി മർദ്ദിച്ചു. പശുക്കളെ ഗോശാലകൾക്ക് പുറത്തിറക്കി ത്രികർത്തയിലേക്ക് തെളിച്ചു കൊണ്ടുപോയി. ഗോപാലകന്മാർ വിരാട രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി നടന്ന വിവരമെല്ലാം രാജാവിനെ അറിയിച്ചു. ഉടൻ തന്നെ സൈന്യങ്ങളെ സജ്ജീകരിച്ച് ത്രികർത്തന്മാരെ പിന്തുടർന്ന് പശുക്കളെ വീണ്ടെടുക്കാനായി രാജാവ് കൽപ്പന നൽകി. സേനാനായകന്മാർ സൈന്യങ്ങളെ ഒരുക്കി. ഗോഹരണ വാർത്തയറിഞ്ഞ് ധാരാളം ജനങ്ങൾ കൊട്ടാരത്തിൽ തടിച്ചുകൂടി. ത്രികർത്തന്മാരോട് ഏറ്റുമുട്ടാൻ വിരാട രാജാവിൻ്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട സൈന്യത്തോടൊപ്പം അവരും ചേർന്നു. കങ്കനെയും വല്ലവനെയും ഗ്രന്ഥികനെയും തന്ത്രിപാലനെയും കൂടി പോരിന് കൊണ്ടുപോകണമെന്ന് രാജാവ് നിർദ്ദേശിച്ചു. അങ്ങനെ യുധിഷ്ഠിരനും ഭീമനും നകുലനും സഹദേവനും പോർച്ചട്ടയണിഞ്ഞ്
വിരാട സൈന്യത്തോടൊപ്പം പോയി. അവരെല്ലാം ക്ഷണനേരം കൊണ്ട് തൃഗർത്ത സൈന്യത്തെ പിന്തുടർന്നു. വിരാട സൈന്യം തങ്ങളെ അനുധാവനം ചെയ്ത് സമീപമെത്തി എന്ന് മനസ്സിലാക്കിയ സുശർമൻ തൻ്റെ സൈന്യത്തെ തിരിച്ചു നിർത്തി പോരിന് തയ്യാറായി. വിരാട സൈന്യം തൃഗർത്ത സൈന്യവുമായി ഏറ്റുമുട്ടി. പശുക്കളെ നിയന്ത്രിക്കാനും നയിക്കാനും ആളില്ലാതെ വന്നപ്പോൾ അവ സ്വാഭാവികമായി അവയുടെ തൊഴുത്തിലേക്ക് മടങ്ങി. അപ്രകാരം മടങ്ങിയെത്തിയ പശുക്കളെ ഗോപാലകന്മാർ തൊഴുത്തിൽ കയറ്റി ബന്ധിക്കുകയും ചെയ്തു. ഉഗ്രമായൊരു യുദ്ധമാണ് അവിടെ നടന്നത്. ഇരുഭാഗങ്ങളിലും ധാരാളം ആളുകൾ മരിച്ചു വീണു. തേരുകൾ തകർന്നു വീണു. അസ്ത്രങ്ങളേറ്റ ആനകൾ വിരണ്ടോടി. അമ്പുകളേറ്റ അശ്വങ്ങൾ തങ്ങളുടെ പുറത്തിരുന്ന യോദ്ധാക്കളെ മറിച്ചിട്ടിട്ട് വണ്ടി ഒളിച്ചു. അമ്പുകൾ, വാളുകൾ, വേലുകൾ, ഗദകൾ ഇവ കൊണ്ടൊക്കെ ഇരു സൈന്യങ്ങളും തമ്മിൽ പോരാടി. പടക്കളത്തിൽ നിന്നുയർന്ന പൊടിപടലം കൊണ്ട് പരസ്പരം കാണാൻ തന്നെ വയ്യാതെയായി. ഇതിനിടയ്ക്ക് തൃഗർത്ത രാജാവും വിരാട രാജാവും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടി. ഉഗ്രമായ പോരാട്ടത്തിൻ്റെ അവസാനത്തിൽ സുശർമൻ വിരാടൻ്റെ സൂതനെ കൊന്നു. കുതിരകളെ ഇത് വീഴ്ത്തി. രഥം ഛിന്നഭിന്നമാക്കി. ഇനി എന്തെന്ന് വിചാരിച്ച് വിരാടൻ നിരാലംബനായി നിൽക്കുമ്പോൾ ഞൊടിയിട കൊണ്ട് തൃഗർത്തൻ്റെ രഥത്തിൽ നിന്നും ചാടിയിറങ്ങി വിരാടനെ പിടികൂടി. അവനെ പിടിച്ചു വലിച്ച് തൻ്റെ രഥത്തിൽ കയറ്റി സുശർമൻ തേരോടിച്ചു പോയി. തങ്ങളുടെ രാജാവിനെ എതിരാളി ബന്ധനസ്ഥനാക്കി എന്നറിഞ്ഞപ്പോൾ വിരാട സൈന്യം ഭീതിയോടെ തിരിഞ്ഞ് ഓടാൻ തുടങ്ങി. ഇത് കണ്ട് യുധിഷ്ഠിരൻ ഭീമനോട് പറഞ്ഞു, ഭീമ, വിരാട രാജാവ് നമ്മെ ബഹുമാനപൂർവ്വം സംരക്ഷിച്ചവനാണ്. അദ്ദേഹത്തെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ആകയാൽ നീ അദ്ദേഹത്തെ ബന്ധനവിമുക്തനാക്കണം. ജ്യേഷ്ഠൻ്റെ ആജ്ഞ ഞാൻ ഉടനെ നിർവഹിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഭീമൻ അടുത്തു നിന്നൊരു വലിയ വൃക്ഷം വീഴുന്നതിന് ഒരുമ്പെട്ടു. യുധിഷ്ഠിരൻ ഭീമനെ തടുത്തിട്ട് പറഞ്ഞു, മരം അവിടെ നിൽക്കട്ടെ. മരം കൊണ്ട് നീ അമാനുഷകൃത്യം ചെയ്താൽ നീ ഭീമനാണെന്ന് എല്ലാവരും അറിയും. അതിനിട വരുത്തേണ്ട. മൈഷോചിതമായ ആയുധങ്ങൾ ഉപയോഗിച്ചാൽ മതി. മാതൃകന്മാരും നിനക്ക് തുണയ്ക്കുണ്ടായിരിക്കും. ഭീമനും നകുലനും സഹദേവനും സുശർമൻ്റെ തേരിൻ്റെ പിന്നാലെ കുതിച്ചു. നിമിഷ നേരത്തിനുള്ളിൽ അവർ സുശർമാവിനോട് ഏറ്റുമുട്ടി. പാമ്പിനെ തല്ലിക്കൊല്ലുന്ന ലാഘവത്തോടെ സുശർമൻ്റെ ചുറ്റിനുമുണ്ടായിരുന്ന ഭടന്മാരെ ഭീമൻ ഗദ കൊണ്ട് അടിച്ചു വീഴ്ത്തി. സുശർമൻ ഇത് കണ്ട് അത്ഭുതപ്പെട്ടു. മാതീസുതന്മാർ വാളുകൊണ്ട് തൃഗർത്ത സൈന്യങ്ങളെ ഹരിഞ്ഞു വീഴ്ത്തി. യുധിഷ്ഠിരനും വെറും കാഴ്ചക്കാരനായിരുന്നില്ല. കൂർത്തുമൂർത്ത അസ്ത്രങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വെള്ളപ്പാച്ചിൽ പോലെ അദ്ദേഹത്തിൻ്റെ വില്ലിൽ നിന്നും ശത്രു സൈന്യത്തിൻ്റെ മേൽ പതിച്ചു. സുശർമന് ഗത്യന്തരമില്ലാതെയായി. തൻ്റെ ജീവൻ പോലും അപകടത്തിലായിരിക്കുന്നു എന്നവന് മനസ്സിലായി. അവൻ തേരിൽ നിന്നും ചാടിയിറങ്ങി ഓട്ടം ആരംഭിച്ചു. എന്നാൽ ക്ഷണനേരം കൊണ്ട് അവൻ്റെ പിന്നിലെത്തി സിംഹം മാനിനെ പിടിക്കുന്നത് പോലെ ഭീമൻ അവനെ പിടികൂടി. അവൻ്റെ മുടിക്ക് പിടിച്ചു വലിച്ച് അവനെ നിലത്തേക്കിട്ടു. അതോടൊപ്പം കാലുകൊണ്ട് അവൻ്റെ തലയ്ക്ക് ഒരു തട്ടും കൊടുത്തു. അയ്യോ, എന്നെ കൊല്ലരുതേ എന്ന് നിലവിളിച്ചുകൊണ്ട് രാജാവ് ബോധം കെട്ടു വീണു. ഉടൻ തന്നെ ഭീമൻ അവൻ്റെ കൈകളും കാലുകളും ബന്ധിച്ച് അവനെ തേരിലെടുത്തിട്ട് യുധിഷ്ഠിരൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോയി. പാണ്ഡവന്മാരുടെ ഉഗ്രമായ ആക്രമണമേറ്റ് തൃഗർത്ത സൈന്യം നട്ടം തിരിഞ്ഞു. അപ്പോഴാണ് രഥത്തിൽ നിന്നും അവരുടെ രാജാവ് ഇറങ്ങി ഓടിയതും അദ്ദേഹം ഭീമൻ്റെ കൈകളിൽ ബന്ധനസ്ഥനായി അകപ്പെട്ടതും അവർ കാണുന്നത്. അവർ പരാജയബോധത്തോടെ പിന്തിരിഞ്ഞോടി. ഭീമൻ ധർമ്മപുത്രരുടെ മുന്നിലെത്തി. തൃഗർത്തൻ്റെ കയ്യിലും കാലിലും ഉണ്ടായിരുന്ന കെട്ടുകൾ അഴിച്ചു. അവൻ അപ്പോഴേക്കും ബോധം തെളിഞ്ഞിരുന്നു. അവനെ തേരിൽ നിന്നിറക്കി യുധിഷ്ഠിരൻ്റെ മുമ്പാകെ നിർത്തിയിട്ട് പറഞ്ഞു, ഇതാ സുശർമാവ്, പശുക്കളെ അപഹരിച്ച തൃഗർത്ത രാജാവ്. യുധിഷ്ഠിരൻ പറഞ്ഞു, വല്ലവ, ഇനിയും അവനെ ഉപദ്രവിക്കാതെ വിട്ടേക്കൂ. തൃഗർത്ത രാജാവേ, നീ സ്വതന്ത്രനായിരിക്കുന്നു, നിനക്ക് പോകാം. മേലിൽ ഇപ്രകാരം ഒന്നും ചെയ്യരുത്. ലജ്ജിച്ച് തലതാഴ്ത്തി കൈകൾ കൂപ്പി യുധിഷ്ഠിരൻ്റെ മുന്നിൽ അജ്ഞാനവർത്തിയെപ്പോലെ നിന്നിരുന്ന സുശർമാവ് യുധിഷ്ഠിരനെ താണുവീണ് വന്ദിച്ചിട്ട് അപമാനഭാരവും പേറി സാവധാനം നടന്നകുന്നു. തൃഗർത്തൻ്റെ ബന്ധനത്തിൽ നിന്നും മോചിതനായ വിരാട രാജാവ് പാണ്ഡവന്മാരെ അകമഴിഞ്ഞ് ശ്ലാഘിച്ചു. തന്നെ തൃഗർത്തൻ്റെ കയ്യിൽ നിന്നും രക്ഷിച്ചതിന് അവരോട് നന്ദി പ്രകടിപ്പിക്കുകയും തൻ്റെ രാജ്യവും ധനവും അവർക്ക് യഥേഷ്ടം ഉപയോഗിക്കാമെന്ന് അറിയിക്കുകയും ചെയ്തു. യുധിഷ്ഠിരൻ പറഞ്ഞു, രാജാവേ, ഭവാൻ തൃഗർത്തൻ്റെ പിടിയിൽ നിന്നും മോചിതനായതിൽ ഞങ്ങൾക്ക് അത്യന്തം സന്തോഷമുണ്ട്. ഭവാൻ ഞങ്ങളോട് കാണിക്കുന്ന ബഹുമാനവും കാരുണ്യവും കൊണ്ട് ഞങ്ങൾ തൃപ്തരാണ്. അതിൽ കൂടുതലായി ഞങ്ങൾക്ക് ഒന്നും വേണ്ട. നമുക്ക് ഇനിയും രാജധാനിയിലേക്ക് മടങ്ങാം. തൃഗർത്തൻ സൈന്യസന്നാഹവുമായി വിരാട അതിർത്തിയിൽ എത്തണമെന്നും തങ്ങൾ അടുത്ത ദിവസം എത്തിക്കൊള്ളാമെന്നുമായിരുന്നുവല്ലോ ദുര്യോധനൻ പറഞ്ഞിരുന്നത്. അതനുസരിച്ച് ദുര്യോധനും കൗരവമുഖ്യന്മാരും സൈന്യസമേതം വിരാട നഗരത്തിലെത്തി. രാജാവ് അവിടെ ഇല്ലെന്നും അദ്ദേഹം രാജധാനിക്ക് പുറത്ത് തൃഗർത്തനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും അവർ മനസ്സിലാക്കി. ഏതായാലും പശുക്കളെയെല്ലാം കൊണ്ടുപോയി കളയാം എന്ന് നിശ്ചയിച്ച് കൗരവർ അവയെ അഴിച്ചുവിട്ട് രാജധാനിക്ക് പുറത്തേക്ക് തെളിച്ചു കൊണ്ടുപോയി. കാവൽക്കാരായ ഗോപാലകന്മാരെ മർദ്ദിക്കുകയും ചെയ്തു. ഗോപാലകന്മാർ കൊട്ടാരത്തിലേക്ക് ഓടി.
ഇനി ബാക്കി ഭാഗങ്ങൾ അടുത്ത അധ്യായത്തിലാണ്. അത് അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ